കോട്ടയം ഈരാറ്റുപേട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇടനിലക്കാരി കൊല്ലം സ്വദേശിനി അനീനയെയാണ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടാതെ ഇവരുമായി ബന്ധമുള്ളവരെ കൂടി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതി അർജുന്റെ മാതാവിനെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. നേരത്തെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് സമാനമായ തട്ടിപ്പ് നടത്തിയതായി സൂചനയുണ്ട്. ഇടനിലക്കാരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. അതിനിടെ കോട്ടയത്ത് ഈ നവജാത ശിശുക്കളെ വിറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ അസം സ്വദേശിനിയായ യുവതി ആദ്യം കണ്ട് പോലീസിൽ ഏൽപ്പിച്ചത് അംഗനവാടി ടീച്ചറായ രമയാണ്. രമ ന്യൂസ് 18നോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിലേക്ക് ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? മാത്രമല്ല, ഇത് ഈ തീക്കോയി കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നോ ഈ രീതിയിലുള്ള ഇടപാടുകൾ നടന്നത്? ടോം, ഇത് തീക്കോയിൽ അറസ്റ്റിലായതൊരു ചെറു സംഘം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പോലീസ് വിശ്വസിക്കുന്നത്. പോലീസ് നിഗമനം അതുതന്നെയാണ്. ഇതിനപ്പുറത്തേക്കുള്ള സംഘങ്ങൾ സംസ്ഥാനത്തിന്റെ പലയിടത്തായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അതാണ് ഈ കൊല്ലത്തുള്ള അനീന തസ്നി എന്ന വനിതയുടെ അറസ്റ്റിന് പിന്നിൽ. നിലവിൽ അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ മറ്റ് രണ്ടുപേരെയും, രാജ ഒപ്പം തന്നെ അർജുൻ, ഈ രണ്ടുപേരെയും ഈ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അർജുൻ്റെ ഭാര്യയായ ഹർഷിത എന്ന പെൺകുട്ടി 19 വയസ്സുകാരിയാണ്. ഈ പെൺകുട്ടിക്കും ഈ കേസിൽ ചെറിയ രീതിയിൽ പങ്കുണ്ട്. അതായത് ഈ അസം പെൺകുട്ടി നാട്ടിലേക്ക് എത്തുമ്പോൾ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വഴി പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ ചില സഹായങ്ങൾ, കുറ്റവാളികളെ സഹായിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷെ അവരെ മൂന്നാം പ്രതിയാണ്. പക്ഷെ അവരെ നിലവിൽ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. നിലവിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇന്നലെയും ഇന്നുമൊക്കെ വീണ്ടും ഇവരെ എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ പല ഇടനിലക്കാരും സംസ്ഥാനത്തിന്റെ പലയിടത്തായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ പ്രധാന ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഇത്തരം ഇത് ആസൂത്രണം ചെയ്യുന്നത് എവിടെ എന്നൊക്കെയുള്ളത് കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് ആകെ ഏതാണ്ട് 27 ദിവസം മാത്രമായാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവരേതാണ്ട് കുടുംബമായാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മറ്റേതെങ്കിലും യുവതികൾ ഇവിടെ ഉണ്ടായിരുന്നതായുള്ള വിവരം പോലീസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലില്ല. ഈ വീട്ടിൽ താമസിച്ചിരുന്നത് അർജുൻ്റെ അമ്മ, ഒപ്പം തന്നെ അർജുൻ്റെ സഹോദരി, അതായത് രാജയുടെ ഭാര്യ, പിന്നെ ഈ അർജുൻ്റെ ഭാര്യ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഹർഷിത 19കാരി, പിന്നീട് ഈ അർജുൻ്റെ സഹോദരിയുടെ, അതായത് രാജയുടെ സഹോദരിയുടെ 2 മക്കൾ. ഇങ്ങനെയാണ് അവിടെ. അവർക്കൊരു 3ഉം 6ഉം വയസ്സുള്ള ചെറിയ കുട്ടികളാണ്. ഇങ്ങനെല്ലാമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. ആ വീട്ടിലേക്കാണ് ഈ അസം പെൺകുട്ടിയെ ഇവർ താമസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി പുറത്തിറങ്ങുകയും ഈ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ രാജ ഉൾപ്പെടെയുള്ളവർ ഇവരെ മർദ്ദിച്ചു എന്നുള്ള വിവരമാണുള്ളത്. രാജ തമിഴ്നാട് സ്വദേശിയാണ്. രാജ അഡ്വക്കേറ്റ് ആണ് എന്നാണ് നാട്ടുകാരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും നിലവിൽ ഇതിനൊരു തട്ടിപ്പ് ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതാണ് കോട്ടയം വിട്ടുള്ള അറസ്റ്റുകളിലേക്കും അന്വേഷണങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുന്നത്. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസം സ്വദേശിനിയായ പെൺകുട്ടിയെ ആദ്യം കണ്ട് പോലീസിൽ ഏൽപ്പിച്ചത് അംഗനവാടി ടീച്ചറായ രമയായിരുന്നു. ആ രമ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. രമയുടെ വാക്കുകളിലേക്ക്. കുട്ടികളെ കടത്തുന്ന റാക്കറ്റ് താമസിച്ച ഞണ്ടുകല്ലിൽ ഈ അസംകാരി പെൺകുട്ടിയെ ആദ്യം കാണുന്നത്, ഇതിന്റെ വിവരം അറിയുന്നത് ഇവിടുത്തെ അംഗനവാടി ടീച്ചറായ രമ ടീച്ചറാണ്. അന്നേരം പറഞ്ഞ് കുറേ താഴേന്നാണ് വരുന്നത്, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് എന്നെ അവിടുന്ന് ഇറക്കി വിട്ടു. അത് ഹിന്ദിയിലാണോ ഇംഗ്ലീഷ്? ഹിന്ദി തന്നെ എന്നോട് പറഞ്ഞു. കിഡ്നാപ്പ് ചെയ്യുന്നു പറഞ്ഞു. കിഡ്നാപ്പ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, എന്നെ കിഡ്നാപ്പ് ചെയ്ത് അവിടെ ഒരു വീട്ടിൽ കൊണ്ടുവന്നാന്നാണ് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെക്കുന്ന അതാ തെറ്റിദ്ധരിച്ച് അവിടെ വേറെ ആരെങ്കിലും കൊണ്ടുവന്നായിരിക്കും എന്നാണ് വിചാരിച്ചത്. അന്നേരം ഏതായാലും അന്നേരം തന്നെ പോലീസ് ഇൻഫോം ചെയ്തു. അപ്പോൾ പോലീസ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ നോക്കിയപ്പം ഈ പെൺകുട്ടി ഗർഭിണിയാണ്.
അപ്പോൾ എത്ര മാസം പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ 7 months എന്ന് പറഞ്ഞു. നീ എവിടെ ജോലിക്ക് പോകും, നീ ഗർഭിണിയായി നീ എങ്ങനെയാണ് ജോലി ചെയ്യുന്ന ഓർത്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇപ്പം നീ ഇപ്പം എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ പോവുക, ഇവിടെ അടുത്ത് എവിടെയുള്ള ലൊക്കേഷൻ പറഞ്ഞു തരാമോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ആസാമിൽ നിന്ന് ഇറക്കി വിട്ടതാണോ അങ്ങനെ കഥകൾ. ആസാമിൽ നിന്ന് ഇറക്കി വിട്ടത്. അപ്പം അവളോട് ഞാൻ ചോദിച്ചു നിൻ്റെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം തമിഴ്നാട്ടിൽ ജോബാണെന്നാണ് പറഞ്ഞു. അപ്പം നിൻ്റെ കയ്യിൽ ആധാർ കാർഡൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആധാർ കാർഡും ഉണ്ട്, ID കാർഡും ഉണ്ട്, പാൻ കാർഡ് വരെ പെൺകൊച്ചിനുണ്ട്. ഇതെല്ലാം എന്നെ എടുത്ത് കാണിച്ചു. 21 വയസ്സേ ഉള്ളൂ. ആഗസ്റ്റിലാണ് അതിൻ്റെ ബർത്ത്. ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്. പിന്നെ 21 വയസ്സ് മൂത്ത ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടി എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പെൺകുട്ടിയാണോ? അത് പെൺകുട്ടിയാണ്. ഫാദറും മദറും ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അവർ രണ്ടും ഡെഡായെന്ന് പറഞ്ഞു. അന്യസംസ്ഥാന യുവതികളോ ആരും അവിടെ താമസിച്ചായിട്ടുള്ള നാട്ടുകാരൊന്നും കണ്ടിട്ടില്ല? ആരും കണ്ടിട്ടില്ല. അവരാരും താമസിച്ചായിട്ട് ആരും കണ്ടിട്ടില്ല. ആരും കണ്ടതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ശേഷം അന്ന് അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞേ രാത്രിയിൽ വണ്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആൾക്കാരെയും കൊണ്ട്. കാരണം ആ പുള്ളിയുടെ വീട്ടിൽ CCTV വെച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി സമയങ്ങളിൽ വണ്ടി എപ്പോഴും പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ് അവരത് പറഞ്ഞത്. എന്തായാലും അതാണ് അന്നുണ്ടായ സംഭവം. രമൺ ടീച്ചർ പറയുന്നത് ഈ നാട്ടുകാർ വളരെ സ്വസ്ഥമായി കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു വാർത്താ കേന്ദ്രമായി ഞണ്ടുകൽ അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. നിലവിൽ ഇവരുടെയൊക്കെ കിട്ടുന്ന വിവരം അനുസരിച്ച് മറ്റ് സ്ത്രീകളൊന്നും ഈ പറയുന്ന നിലവിൽ ഇന്നലെ ഇന്നുമൊക്കെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് പോലീസ് ഇവരുടെ ബന്ധുക്കളെന്ന് പറയുന്നവരെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് മറ്റാരെയും ഇവരാരും നിലവിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളായ ആളുകളും വ്യക്തമാക്കുന്നത്. ഞണ്ടുകളിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. G. ശ്രീജിത്താണ് റിപ്പോർട്ട് നൽകിയത്. ഇതിലേറെ ആശങ്കയോടുകൂടിയാണ് തീക്കോയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ സംഭവത്തെ കാണുന്നത്. കാരണം കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗർഭിണിയായ യുവതികളെ എത്തിച്ച് ഇവിടെ പ്രസവിച്ച ശേഷം പിന്നീട് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നു. 3 ലക്ഷം രൂപയ്ക്കാണ് ഈ ഇടപാടുകൾ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത് അസം സ്വദേശിനിയായ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലോടെയാണ്. സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.